എന്തോ നീക്കിയത്? നീക്കാൻ പറഞ്ഞത് വെച്ചോണ്ടിരിക്കുകയും നീക്കിയാൽ നല്ലതെന്ന് പറഞ്ഞത് നീക്കിയിട്ട് വലിയ ഗമയടിക്കുക. കപടഭക്തരായ ഒരു കൂട്ടം ആളുകളെ വളർത്താനാണോ ഈ കൂട്ടായ്മ തുടങ്ങിയത്? നീക്കാൻ താല്പര്യമുണ്ടോ? എന്തോ ആ വിശുദ്ധി. ഈ ഉടുപ്പിന്റെ മുകളിലോട്ട് കോട്ട് ഇട്ട് കഴിയുമ്പോ കറുത്തായല്ലോ, അതിന് കുഴപ്പമില്ലേ? അപ്പൊ അന്നേരം വൈറ്റിന് എത്ര പ്രാധാന്യതയില്ലേ? ഇതൊന്നും പറഞ്ഞ ആളുകളെ പറ്റിക്കരുത്. ഇന്ത്യൻ കൾച്ചറിന് ഈ ഡ്രസ്സ് നല്ലതാ, ഓക്കെ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇതും വിശുദ്ധിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതൊന്നും പറഞ്ഞ് ജനത്തെ പറ്റിക്കരുത്. നിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ടുണ്ടോ? നീ ക്ഷമിക്കാൻ നിനക്ക് പറ്റുമോ? മറക്കാൻ നിനക്ക് പറ്റുമോ? മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠത എണ്ണാൻ നിനക്ക് പറ്റുമോ? എവിടേക്കാണ് ഈ യാത്ര? എന്താ പഠിച്ചത്? എന്താ പഠിപ്പിക്കുന്നത്? ഇനി എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 2:1 നമ്മൾ പഠിച്ചോണ്ടിരിക്കുക. 1 പത്രോസ് 2:1. അത് ആരോടാ പറയുന്നതെന്നുള്ളതാണ് ഞെട്ടിപ്പിച്ച കാര്യം. ഒന്ന് ചേർന്ന് പറഞ്ഞ ആരോടാ? എന്നാ സംശയം? രക്ഷിക്കപ്പെട്ടവരോട്. 1:23 ഉറക്കെ വായിച്ചേ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചവരോടാ പറയുന്നത്. അങ്ങനെയാണ് ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. വീണ്ടും ജനിച്ചവർക്ക് ദുഷ്ടതയുണ്ടോ? ഉണ്ടോ? ചതിയുണ്ടോ? വ്യാജഭാവമുണ്ടോ? അസൂയുണ്ടോ? നുണയുണ്ടോ? ഉണ്ട്. അതെന്ത് ചെയ്യണം? നീക്കണം. അനുദിനം നീക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നീക്കാൻ? ഇത് നീക്കാതെയാണോ ഈ വിശുദ്ധനാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ പ്രസംഗിച്ച ഉടനെ ഞാൻ വിശുദ്ധനാവുമോ? ഇല്ല. അത് ഫലമല്ലല്ലോ, അത് വരയല്ലേ പ്രസംഗം. എനിക്ക് ബൈബിൾ കാണാപ്പാടാ അറിയാം, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമോ? എറ്റി കൗരിന്റെ പുസ്തകം അറിയാമല്ലോ, MC ജോസഫിന്റെ ഇടമറിയനും അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അരമണിക്കൂർ പ്രസംഗിക്കും. ഞാൻ അവിടെ പോയി, ഉഗാണ്ടായി പോയി, ഗൾഫിൽ പോയി, അമേരിക്ക പോയി. അതുകൊണ്ടൊന്നും ഞാൻ വിശുദ്ധനാകണമെന്നില്ല. അതെല്ലാം ദൈവം തന്ന അവസരങ്ങൾ. താഴ്മയോടെ നന്ദി പറയുന്നു. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഈ വിശ്വാസി വന്ന ശേഷം മീശ മാറിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ സ്വഭാവം ക്ഷമ വർദ്ധിച്ചിട്ടുണ്ടോ? പക കുറഞ്ഞിട്ടുണ്ടോ? വൈരാഗ്യം കുറഞ്ഞിട്ടുണ്ടോ? സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? ബഹുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? സഹനശക്തി വർദ്ധിച്ചിട്ടുണ്ടോ? ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? വിനയപ്പെടാൻ കഴിയുന്നുണ്ടോ? താഴ്മയുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീക്കാൻ എന്തെങ്കിലും എന്നിലുണ്ടോ എന്ന് പരിശോധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത് പറഞ്ഞാൽ നടക്കത്തില്ല, പരിശുദ്ധാത്മാവ് വരണം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്നത് ഇന്ന് ഇവിടെ നടക്കും. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് എൻ്റെ കർത്താവേ എന്നെ ശുദ്ധീകരണത്തിലേക്ക് ഇന്ന് രാത്രി നയിക്കണമേ, എനിക്കൊരു ആത്മീയ വളർച്ച തരണമേ, എൻ്റെ കപടഭക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ന് രാത്രി ചെറുവക്കലിൽ സംഭവിക്കും. ഇവിടെ മാത്രമല്ല, ദൂരെ ഇരുന്ന് വചനം കേൾക്കുന്നവരിൽ സംഭവിക്കും. ഈ ക്ലാസ് എറണാകുളം പട്ടണത്തിൽ ഒരു ഹോൾ വാടകയ്ക്ക് എടുത്ത് എവരി ലാസ്റ്റ് സാറ്റർഡേ നടത്തിക്കൊണ്ടിരിക്കുക. നാളെയുണ്ട്, നാളെ 10 മുതൽ 2 വരെ ക്ലാസ് ഉണ്ട്. അത് വീഡിയോയിൽ എടുത്ത് ഹാർവസ്റ്റ് TV-യിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 വരുന്നുണ്ട്.
ഒരു മനുഷ്യൻ പെരുമ്പാവൂരിരുന്ന് ആ ക്ലാസ് അവർ റിപ്പീറ്റ് ചെയ്ത് രാത്രിയിലിട്ടു. രാത്രി 2 മണിക്ക് ആ മനുഷ്യനത് കേട്ടു. ആ മനുഷ്യന്റെ മകളുടെ വിവാഹം സംബന്ധിച്ചൊരു പ്രോബ്ലം ഉണ്ടായി. മകളുടെ കുടുംബജീവിതം തകർന്നതുകൊണ്ട് ഈ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഉറക്കം വരാതെ മുറി കൂടെ നടക്കുമ്പോൾ ടി വിയിൽ എന്നാ ഓർത്ത് ഒന്ന് ഓൺ ചെയ്തു. 2 മണി രാത്രിക്ക് ഈ വാക്യം 1 പത്രോസ് 2:1 പ്രസംഗിക്കുന്നത് കേട്ടു. ആ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് അർദ്ധരാത്രിക്ക് SMS അയച്ചു, Can I speak to you? ഞാൻ നേരം വെളുത്ത് നോക്കുമ്പോൾ SMS കണ്ടു. അദ്ദേഹത്തിന് വിളിച്ചു. അദ്ദേഹം രാവിലെ വീട്ടിൽ വന്നു. പാസ്റ്ററേ, ഞാൻ മുഖസ്തുതി പറയുന്ന ആളല്ല, ടെലിവിഷനിലൂടെയാ കേട്ടതെങ്കിലും എന്റെ ശരീരത്തെ ആ വചനം തൊട്ടു, എന്റെ ഹൃദയത്തെ ആ വചനം തൊട്ടു. എന്റെ മക്കളുടെ വിഷയത്തിൽ ഞാൻ തകർന്നു നിൽക്കുകയായിരുന്നു. എന്നെ അകത്ത് കയറി പരിശുദ്ധാത്മാവ് ചികിത്സിച്ചു. ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണം ഇവിടെ ആത്മാവ് ചെയ്യും. ആത്മാവ് ഇവിടെ ഇറങ്ങി വരും. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് എഴുതിയത് ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിച്ചു തുടങ്ങി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ യഥാർത്ഥ ഒരു ശുദ്ധീകരണത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നൊന്ന് പറഞ്ഞു കർത്താവിനോട്. ഈ കപടഭക്തിയിൽ നിന്നൊരു വിടുതൽ നമുക്ക് വേണ്ടേ? സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവം ഇല്ലാത്തത് അഭിനയിക്കുക, കപടഭക്തി, വ്യാജഭാവം, അസൂയ, നുണ. പാസ്റ്റർ PD ജോൺസൺ പ്രസംഗിച്ച ഒരു കാസറ്റ് ഞാൻ കേട്ടു. നുണ 4 തരം: പച്ചക്കള്ളം, വെള്ളക്കള്ളം, കല്ലുവെച്ച നുണ, വിശുദ്ധ നുണ. Praise the Lord. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല, കാസറ്റിലല്ലേ വിശുദ്ധ നുണയെന്ന് പറഞ്ഞാൽ എന്നാ സാറേ? വിശുദ്ധന്മാർ പറയുന്ന നുണയെന്നായിരിക്കും. Praise the Lord. പത്രോസ് പറയുന്നു, നീക്കിക്കളയണം. ഇന്ന് രാത്രി അവിടെ ഇരുന്നോണ്ട് പറ, കർത്താവേ നീക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊന്ന് പറ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നീക്കാൻ നിന്നെ സഹായിക്കും. എങ്കിലേ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ നിനക്ക് ലഭിക്കത്തുള്ളൂ. Praise the Lord.